അപ്പൊ നമ്മൾ ഇന്ന് എവിടെ പോകാൻ പോണത്? ഇന്ന് റെഡ് ഫോർട്ടിൽ പോകാൻ പോണേ. ഇന്ത്യ ഗേറ്റ് റെഡ് ഫോർട്ടിലേക്കാണ് പോകാൻ പോണത്. അതെ, വേറെ എവിടെ പോകുന്നുണ്ട്, കറക്റ്റ് അറിയില്ല. പോവാം. അതെ, രാവിലെ 5:30 കുളിച്ച് ഫ്രഷായി. ഇപ്പൊ ടൈം എത്രയാ പറഞ്ഞ? 8 മണി. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇതൊക്കെ കാണാൻ പോണേ. പോവാം. ടാറ്റാ. ഈ ഡൽഹി യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു സംശയമില്ല, ഇവിടുത്തെ ഈ റെസ്റ്റോറൻ്റാണ്. അത്രയും ടേസ്റ്റി ഫുഡായിരുന്നു. ഇവിടെ ദോശയ്ക്ക് വേറെ ഊത്തപ്പം, ചെറിയൊരു ഇതാണ് ഊത്തപ്പം, സാമ്പാർ, പിന്നെ ബ്രെഡ് ബട്ടർ ജാം വേണ്ടവർക്ക് അങ്ങനെ, സാൻഡ്വിച്ച്, അതുപോലെ തന്നെ ന്യൂഡിൽസ്, പൂരി, നാൻ, ഉരുളക്കിഴങ്ങ് കറി, പനീർ മസാല, അങ്ങനത്തെ എല്ലാ കറിയും ഉണ്ടാവും. നമ്മൾ വേണമെന്ന് പറയുകയാണെങ്കിൽ അവർ ഇതുപോലെ നെയ് റോസ്റ്റോ ഓംലെറ്റോ ഒക്കെ അവർ ഉണ്ടാക്കി തരും കേട്ടോ. അത്രയും നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണത്. അതിനുശേഷം നമ്മൾ കാർ എടുത്തിട്ട് ജുമാ മസ്ജിദ് കാണാൻ വന്നു. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് 10:30 അത് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ തന്നെ ഞങ്ങൾ അവിടുത്തെ മാർക്കറ്റിലേക്കൊക്കെ പോകാൻ തീരുമാനിച്ചു. ഡൽഹിയിലെ തെരുവുകളിലൂടെ നമ്മൾ യാത്ര തുടരുകയാണ് അല്ലേ? ഡൽഹി മാർക്കറ്റിലൂടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന മെറ്റീരിയലിനൊക്കെ ഒരു 1100, 200 ആ റേഞ്ചിൽ കിട്ടും. അപ്പോൾ എനിക്കും അമ്മച്ചിക്കൊരു ഡ്രസ്സ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും റിക്ഷയിൽ ജുമാ മസ്ജിദ് കാണാൻ വേണ്ടി വന്നു കേട്ടോ. അവിടെ നിന്ന് മേടിച്ച ഡ്രസ്സായിട്ടോ വലിയ സന്തോഷത്തിലേ പൊക്കി കാണിക്കണേ, ചുമ്മാ ഒരു സന്തോഷം. ഇവിടെ അപ്പൊ പൊരിഞ്ഞ വെയിലാണ്. പൊരിഞ്ഞ വെയിലെന്ന് വെച്ചാൽ ചുട്ടു പൊള്ളാനാണ്. അപ്പൊ നമ്മള് ജുമാ മസ്ജിദിന്റെ പാപ്പാ പോയിട്ട് വാ, ഞങ്ങൾ അവിടെ നിൽക്കാം. ജുമാ മസ്ജിദിന്റെ ഫ്രണ്ടിലാണ് ജുമാ മസ്ജിദ്. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലെന്നാ പറയുന്നത്. അപ്പം അവര് മാത്രം കയറിയിട്ട് വന്നു. ഞങ്ങളിതാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വന്നവര് മറ്റേ പൈസ കൊടുക്കണ്ട കേട്ടോ ചെരുപ്പ് ഇടാനായിട്ട്. നമ്മൾ കൈ പിടിച്ചുകൊണ്ട് കണ്ടാൽ മതി. കുറച്ച് പോർഷനെ കാണാനുള്ളൂ. 10 രൂപ ഒരു ജോഡി ചെരുപ്പിന്, വെറുതെ പൈസയും പോകും.